അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾക്കെല്ലാം അറിയാം, എക്കണോമിക് പവർ പൊളിറ്റിക്കൽ പവറിനെ കയ്യിലെടുത്തു. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ലോകത്തെല്ലാവരുടെയും സംഭവിച്ചിരിക്കുന്നു. അത് അമേരിക്കയിൽ ട്രംപിനെ കണ്ടാലും അറിയാം, ഏത് രാജ്യത്ത് നോക്കിയാലും അറിയാം. ദി എക്കണോമിക് പവർ ഹാസ് ക്യാപ്ചേർഡ് പൊളിറ്റിക്കൽ പവർ കംപ്ലീറ്റ്ലി. അങ്ങനെ ഒരു സമയം വന്നിരിക്കുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പവറിനെ ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഡെമോക്രസി വേണം, പക്ഷേ അത് ഡിക്റ്റേറ്റർഷിപ്പും ആയിരിക്കണം. അപ്പോൾ ജനങ്ങളോട് എന്ത് പറയുന്നു? സമരം ചെയ്യാൻ പാടില്ല. ഈ ഡൽഹിയിൽ പോയാൽ അറിയാം, ആ ജന്തർ മന്ദിറിൽ ഇനി വരാൻ പാടില്ല, ആരും വരാൻ പാടില്ല. രാംലീല മൈതാനിൽ സമരം ചെയ്യണമെങ്കിൽ 1,00,000 ഉറുപ്പിക ഒരു ദിവസം വാടക വേണം. അപ്പം ജനങ്ങൾ സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്യുന്നവരെല്ലാം ആൻറ്റി ഡെവലപ്മെൻ്റാണ്, ആൻറ്റി നാഷണലാണ്. ആൻറ്റി ഡെവലപ്മെൻ്റാണ്, ആൻറ്റി നാഷണലാണ്. ഇത് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും റൈറ്റ് വിങ് ആയാലും ലെഫ്റ്റ് വിങ് ആയാലും എല്ലാവരുടെയും സംഭവിക്കുന്നു. കാരണം റൈറ്റിനെയും ലെഫ്റ്റിനെയും എല്ലാം എക്കണോമിക് പവർ ക്യാപ്ചർ ചെയ്ത് വെച്ചു. അപ്പം ജനങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കാൻ ഉള്ള ശ്രമങ്ങളാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നിങ്ങൾ ഉപവാസം എന്ന ഒരു പദ്ധതി ഉപയോഗിക്കുന്നത്. ഈ ഉപവാസം എന്ന് പറയുന്നത് വളരെ പ്യൂർ, വളരെ പവിത്രമായ ഒരു മെത്തേഡാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ന് മുഴുവൻ ഞാൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഐ വാണ്ട് ടു പ്യൂരിഫൈ മൈസെൽഫ് ത്രൂ ദിസ് ഉപവാസ്. എൻ്റെ പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഒരു പക്ഷേ മുന്നിലുള്ളവരുടെ മനസ്സ് മാറാലോ അല്ലേ? ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ത്യാഗം സഹിക്കുന്നു എന്നതുകൊണ്ട് എൻ്റെ മുന്നിലുള്ളവരുടെ മനസ്സ് മാറാലോ. ഉപവാസം ഈസ് എ മെത്തേഡ് to purify oneself and through purification affect the heart of the other. മുന്നിലുള്ളവരെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വീട്ടിൽ അമ്മമാർ ഉപയോഗിക്കും. അത് മക്കൾ വികൃതി കളിച്ചാൽ അമ്മ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ മക്കളൊക്കെ കൂടി ഇരുന്നിട്ടോ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, വേഗം ഒന്ന് നമ്മളൊക്കെ ശരിയായി കളയാമെന്ന് പറയും. ഈ ഉപവാസം ഈസ് യൂസ്ഡ് ബൈ മദേഴ്സ് ആൾസോ, ഇല്ലേ? അപ്പോൾ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മെത്തേഡ്. എല്ലാവരും വട്ടത്തിലിരുന്ന് ഉപവാസം ചെയ്യുന്നു. ഉപവാസത്തിൽ കൂടെ മുന്നിലുള്ളവരുടെ മനസ്സ് മാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. അതൊരു മെത്തേഡാണ്, സമരത്തിൻ്റെ ഒരു ഭാഗം. ഗാന്ധിജി ഉപവാസം പലതവണയും ഉപയോഗിച്ചു. അപ്പം ഗാന്ധിജി ഉപവാസമായാലും സത്യാഗ്രഹമായാലും ആ ടൂളിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ഇറ്റ്സ് എ ടൂൾ. ഇതൊരു ടൂളാണ്. ഇതിൽ കൂടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ശ്രമമാണ്. ഇപ്പം ഗാന്ധിജി എന്ത് പറയുന്നു? ആഫ്രിക്കയിൽ സത്യാഗ്രഹ തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണോ വിരോധി ഉപയോഗിക്കുന്നത് അതിനേക്കാൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം അതർ എക്സ്റ്റെൻറ്റ് എനിക്ക് ഉപയോഗിക്കണം. അവരുപയോഗിക്കുന്നതിൻ്റെ വിപരീതം എന്തായിരിക്കും? അവരുപയോഗിക്കുന്നത് സത്യാഗ്രഹം അങ്ങനെയാണ് തുടങ്ങിയത്. അവരുപയോഗിക്കുന്നത് ഹെയ്റ്റാണ്, വെറുപ്പാണ്. അപ്പം ഞാൻ എന്തുപയോഗിക്കണം? ഈ എൻഡിൽ എന്താണ്? ലവ് ആണ്. അപ്പോൾ ഹെയ്റ്റ് എന്ന എക്സ്ട്രീം എക്സ്റ്റെൻറ്റിനെ ലവ് എന്ന എക്സ്ട്രീം എക്സ്റ്റെൻറ്റ് കൊണ്ട് കൗണ്ടർ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നത് എന്താണ്? ഒപ്രഷനാണ്, ഫിയറാണ്. അടിച്ചും ഇടിച്ചും ജയിലിലിട്ടും ഞങ്ങൾ നിങ്ങളെ ശരിയാക്കുന്നല്ലേ. അപ്പോൾ ഫിയറിനെതിരായിട്ട് എന്താണ്? ഫിയർലെസ്നെസ്സിനാണ്. ഭയത്തിനെതിരായിട്ട് ഭയമില്ലായ്മ, ഭയമുക്തി. ഹെയ്റ്റിനെതിരായിട്ട് ലവ്, വെറുപ്പിനെതിരായിട്ട് സ്നേഹം, ഭയത്തിനെതിരായിട്ട് ഭയമുക്തി. മൂന്നാമത് എന്തായിരുന്നു? ലൈ. അവർ പറയുന്നതെല്ലാം കള്ളമാണ്. ഈ ഒപ്രസ് ചെയ്യുന്നവരൊക്കെ കള്ളമാണ് ഉപയോഗിക്കുക. കളവുകളെ പറയുള്ളൂ. കളവായ കണക്കുകൾ, കളവായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യും. കളവിനെതിരായിട്ട് എന്താ വേണ്ടത്? ട്രൂത്ത് വേണം. അപ്പോൾ കളവിനെതിരായിട്ട് ട്രൂത്ത്. അപ്പോൾ ഈ 3 ഫിലോസഫിക്കെതിരായിട്ട് 3 ഫിലോസഫി, ഇല്ലേ? എന്ന് വെച്ചാൽ ഹെയ്റ്റ്, ഫിയർ, ലൈ. അതിനെതിരായിട്ട് ലവ്, ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അങ്ങനെയാണ് സത്യാഗ്രഹം കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഉപവാസം നടത്തുമ്പോൾ
നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്റ്റേറ്റ് പവറും പൊളിറ്റിക്കൽ പവറും എല്ലാം എക്കണോമിക് പവറിൻ്റെ കയ്യിൽ പോയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ കുറേയും കൂടി ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യുന്നതാണ്. അത് ഉപവാസമായാലും സമരമായാലും എന്തായാലും ഹൗ ഡു വി സ്ട്രെങ്തൻ അവർ ടൂൾ. അവർ ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് നമ്മുടെ ടൂളല്ല. അപ്പോൾ ഹൗ ഡു വി സ്ട്രെങ്തൻ അവർ ടൂൾ എന്നാണ് ഒന്ന് ചിന്തിക്കേണ്ടത്. വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് വയലൻസ് ആണ്. യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുന്നവർ യുദ്ധം മാത്രമല്ല ചെയ്യിക്കുക, സമൂഹത്തിൽ വയലൻസിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. ത്രിൽ ഫോർ വയലൻസ് എന്ന് പറയും. വയലൻസിനോടുള്ള ഒരു സ്നേഹം വർദ്ധിപ്പിക്കുക ജനങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ടോയ് ഇൻഡസ്ട്രിയിൽ കുറേയധികം ടോയ്സ് കാണുന്നില്ലേ, തോക്കുകളും വലിയ വലിയ തോക്കുകളും. അതാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്, ആ തോക്കുകളാണ് വാങ്ങുന്നത്. എല്ലാ ടോയ് ഷോപ്പിൽ പോയാലും എന്താ കിട്ടുക? വയലൻറ്റിൻ്റെ ടോയ്സാണ് അധികവും, വയലൻസ് വർദ്ധിപ്പിക്കുന്ന ടോയ്സ്. അത് വാങ്ങിക്കൊണ്ടിരുന്നു, വീട്ടിൽ അച്ഛനെ വെടിവെക്കുന്നു, അച്ഛൻ മരിച്ചു എന്ന് അഭിനയിക്കുന്നു, അപ്പോൾ കുട്ടി തുള്ളി തുള്ളി ഡാൻസ് കളിക്കുന്നു അല്ലേ. അതൊക്കെ ചെയ്യുന്നത് ആ വയലൻസിനുള്ള ത്രിൽ വളർത്താൻ വേണ്ടിയാണ്. പിന്നെ സോഷ്യൽ മീഡിയ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ 80% വയലൻസാണ്. 20% ഉപയോഗിക്കാൻ കഴിയുന്ന വല്ലതുള്ളൂ അതിൽ. 80% ഈസ് പോണോഗ്രാഫി ആൻഡ് വയലൻസ്. പിന്നെ ഫിലിം ഇൻഡസ്ട്രി നോക്കൂ, ഫിലിം ഇൻഡസ്ട്രിയിലും ഓരോ ഹീറോ 2 തോക്കെടുത്തിട്ട് വെടിവെക്കുന്നു. അപ്പോൾ വയലൻസിനെ ഒരു ത്രില്ലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വയലൻസിനെ ബഹുമാനിക്കുകയും വയലൻസിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചിന്തിക്കാതൊരു സമൂഹം, ഈ ത്രില്ലിൽ ജീവിക്കുന്നൊരു സമൂഹം. അപ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് നടത്തണമെങ്കിൽ ചിന്തിക്കാത്തൊരു സമൂഹം വേണം. ഈ ചിന്തിക്കാത്ത സമൂഹം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം ചെയ്തേ പറ്റൂ. അവരെ ബിസിയാക്കി വെക്കണം. ആ ബിസിയാക്കി വെക്കുന്ന ഒരു കാര്യമാണ് മദ്യവും മയക്കുമരുന്നും. മറ്റെല്ലാ വയലൻസിനേക്കാളും വളരെയധികം വയലൻ്റാണിത്. മറ്റു വയലൻസിൽ നിന്ന് പുറത്തു വരാം, പക്ഷേ ഈ വയലൻസിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ഒരു തവണ അതിലാണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ then you are completely trapped into it. അപ്പോൾ ചിന്തിക്കാതെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എക്കണോമിക് പവർ വളർത്താൻ വേണ്ടി പൊളിറ്റിക്കൽ പവറിനെ ക്യാപ്ചർ ചെയ്യുക. അങ്ങനെയൊരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആചാര്യശ്രീ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ചേഞ്ചാണ് ഇന്നത്തെ ആവശ്യം. ഈ സിസ്റ്റം ചേഞ്ച് വരാതെ മാറ്റങ്ങൾ വരില്ല. ആ സിസ്റ്റം ചേഞ്ചിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെല്ലാവരും കൂടിയത് നന്നായി. ജേക്കബ് വടക്കാഞ്ചേരി പറയുന്നത് പോലെ ഒരു വൺ ടൈം ഇവൻ്റ് ആവരുത്. നമ്മൾ ഒരു തവണ കൂടി സംസാരിച്ചു പോയി എന്നല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം, ചിന്തിക്കുന്നവർ കൂടണം. എന്നിട്ട് ഈ സിസ്റ്റം ചേഞ്ച് എങ്ങനെ വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. കാരണം വി ആർ ഗെറ്റിംഗ് ട്രാപ്ഡ് എവറി ഡേ. ഓരോ ദിവസവും നമ്മളെ പുതിയ പുതിയ ട്രാപ്പിലേക്ക് തട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വളരെ വിഷമം പിടിച്ചൊരു സമയത്ത്, വളരെ ചാലഞ്ചിങ് ടൈമിൽ ഗാന്ധിജിയുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ വഴിയിൽ കൂടി നടക്കുകയും ഗാന്ധിജിയുടെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നവർ കുറേയും കൂടി ശക്തിയായി നമ്മുടെ ടൂൾസിനെ ഉപയോഗിക്കുകയും അതിനെ ഷാർപ്പാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ഈ നമ്മുടെ ബ്രൂവറി കാര്യത്തിൽ ഞങ്ങൾ എൻ്റെ സമരം എപ്പോഴും ജൽ ജംഗിൾ ജമീൻ ഹോ ജനതാക്ക് അധീൻ എന്നാണ്. അത് ഭൂമിയും വെള്ളവും കാടും ഒക്കെ ജനങ്ങളുടെ കയ്യിലായിരിക്കണം എന്ന് പറയുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇതല്ല പ്രശ്നം, അതിലുണ്ട് ഭൂമി പ്രശ്നമുണ്ട് അല്ലേ. ബ്രൂവറിക്ക് ഭൂമി കൊടുത്തിരിക്കുന്നു. എങ്ങനെ കൊടുത്തു? ഈ പാവപ്പെട്ട ഭൂമി സമരം നടക്കുന്നവർക്ക് കൊടുക്കാൻ ഭൂമിയില്ലെങ്കിൽ എങ്ങനെ ബ്രൂവറിക്ക് കൊടുക്കാൻ ഭൂമി കിട്ടി? വെള്ളമില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നു, എന്നിട്ട് ഈ വെള്ളം മുഴുവൻ നഷ്ടപ്പെടുത്താൻ അവരെ സമ്മതിക്കുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ വി ആർ ഓൾ വിത്ത് യു, അവർ സോളിഡാരിറ്റി ഈസ് വിത്ത് യു ഇൻ ദാറ്റ് സ്ട്രഗിൾ. അപ്പോൾ ഒരു ലാർജർ ഇഷ്യൂ ചർച്ച ചെയ്യുക, ഓരോ സ്മോൾ ഇഷ്യൂസിനെ സമയം കണ്ടുപിടിച്ച് ടാക്കിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.